ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ഒരു ട്രിപ്പ് നേരത്തെ കൂട്ടി പോയായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു ലോക്കൽ റോഡ് ട്രിപ്പ് പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഊട്ടിയിലേക്ക് പോകുന്നത്. ഇതൊരു ഊട്ടിയിലെ ഐറ്റിനറിയോ അല്ലെങ്കിൽ ഊട്ടിയിലെ എല്ലാ സ്ഥലങ്ങളും കാണിക്കുന്ന ഒരു വീഡിയോ അല്ല, ജസ്റ്റ് ഒരു ഡെയിലി വ്ളോഗാണ്. ഊട്ടി കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ ഊട്ടീനെ പറ്റി കാണിച്ചിട്ടും കാര്യമില്ല. അങ്ങനെ ഒരു കോയമ്പത്തൂരൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു അന്നപൂർണ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിൽ ഹോൾട്ട് ചെയ്തു. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കോയമ്പത്തൂർ വന്നപ്പോൾ അന്നപൂർണയിൽ നിന്ന് കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ തന്നെ കയറാൻ കാരണം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഉള്ള അതേ അന്നപൂർണയിലല്ല ഈ പ്രാവശ്യം കയറിയത്. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു, പക്ഷെ ഫുഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒരേ ലെവലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലെ നിരകൾ കയറി തുടങ്ങിയപ്പോഴേ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞതാണ് ഈ ബൈസണ്ണെ. അപ്പോൾ ഇതാണ് നമ്മളുടെ ബാഹുബലിയിലൊക്കെ വരുന്ന വലിയൊരു കാട്ടുപോത്തില്ലേ. അങ്ങനെ റൂമിലൊക്കെ ചെക്ക് ഇൻ ചെയ്ത് നേരെ സമയമൊന്നും കളയാതെ തന്നെ ഞങ്ങൾ നേരെ പോയത് ഊട്ടിയിലെ തണ്ടർ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ്. അപ്പോൾ ഇത് ഒരു വാട്ടർ സ്പോർട്സും കാര്യങ്ങളും ഒന്നുമില്ല, ഒരു 5-6 ഐറ്റംസ് മാത്രം ഉള്ളൊരു ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. അപ്പോൾ അതിലേക്കാണ് ഞങ്ങൾ പോയത്. ഒരു 90s കിഡ്സ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയായിരിക്കും, ബ്ലാക്ക് തണ്ടർ എന്ന് പറഞ്ഞിട്ട് ഊട്ടി മേട്ടുപ്പാളയം റോട്ടിൽ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട്. അപ്പോൾ അവരുടെ തന്നെ ഒരു സ്ഥാപനമാണ് ഈ തണ്ടർ വേൾഡും. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ ഞാനൊക്കെ 6 വയസ്സിലും 5 വയസ്സിലൊക്കെ പോയിരിക്കുന്നത് ഈ ബ്ലാക്ക് തണ്ടറിലാണ്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ വീഗാലാൻഡും കാര്യങ്ങളൊക്കെ വന്നത്. അതുവരെ ഞങ്ങളൊക്കെ ഊട്ടി മേട്ടുപ്പാളയം റോട്ടിലുള്ള ബ്ലാക്ക് തണ്ടറിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ തേർഡ് ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ആ ഹാളിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ ലോകത്തുള്ള എല്ലാ തരം ക്യാമറകളും ഇങ്ങനെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ ക്യാമറ ലവേഴ്സും വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫിനെ പറ്റിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇല്ലാത്തതരം ക്യാമറകളില്ല. എല്ലാ വീഡിയോ ക്യാമറകൾ, ചെറിയ ചെറിയ ഫോട്ടോ ക്യാമറകൾ, ആദ്യ കാലത്തുള്ള ആ വലിയ ക്യാമറ, അതെല്ലാം ഇവിടെ ഡിസ്പ്ലേയിലുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു 3D പെയിൻറ്റിങ് ഒരു ഷോ പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ അടുത്ത് വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. അപ്പോൾ നമ്മൾ ആ 3Dയുടെ ഉള്ളിലാണെന്നുള്ള ഒരു അനുഭൂതി തോന്നും. അതുപോലത്തെ ഒരു സംഭവമാണ്. വലിയ കാര്യമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. എല്ലാം കൂടെ ഞങ്ങൾക്ക് ആയത് ഒരു 480 രൂപയാണ് ഒരാൾക്കായത്. അപ്പോൾ 1000 രൂപയുടെ അടുത്ത് ഇതിന് ചിലവായി. അങ്ങനെ നെക്സ്റ്റ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5D തിയേറ്ററാണ്. അപ്പോൾ നമ്മൾ PVRലൊക്കെ പുതിയ 3D 4D തിയേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമ കാണിക്കുന്ന തിയേറ്റർ പോലെയല്ല ഇത്. ഭയങ്കരമായിട്ട് ഷെയ്ക്കും കാര്യങ്ങളൊക്കെ വരും, ഭയങ്കര എഫക്റ്റ് ഉള്ളൊരു തിയേറ്ററാണ്. ഇതാണ് കുറച്ചേലും വേർത്തായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. അത് കഴിഞ്ഞ് നേരെ പോകുന്നത് ഒരു ഡിനോസറുകളുടെയൊക്കെ ഒരു സ്കെലിറ്റൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് ഒറിജിനലൊന്നുമല്ല, മണ്ണും പിന്നെ കോൺക്രീറ്റൊക്കെ കൂടി എന്തോ ചെയ്തിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. എന്നാലും അവരുടെ എഫേർട്ട് സമ്മതിക്കണം, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ പോകുന്നത് ഒരു ഇന്ത്യയിലെ എല്ലാ വലിയ ബിൽഡിങ്സ് അല്ലെങ്കിൽ വലിയ മോർണമെൻറ്റ്സ് അതൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. അതും കുറച്ചൊക്കെ കണ്ട് നടന്ന് ഞങ്ങൾ നേരെ ഒരു പാർക്കിലേക്ക് എത്തി. അപ്പോൾ ഈ പാർക്കിലാണെങ്കിൽ കുറേ ഡിനോസറുകളുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അടുത്ത് ചെന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് സെൻസറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തലയും വാലും ഒന്നിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇച്ചിരി മൂവ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പുറത്ത് പല രാജ്യങ്ങളിലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്ഥലത്ത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതൊരു കൗതുകമുള്ള കാര്യമാണ്. അത് കൂടുതലും പിള്ളേരും ഒക്കെ ആയിട്ട് വരുമ്പോഴായിരിക്കും ഈ സ്ഥലം വിസിറ്റ് ചെയ്യാൻ നല്ലത്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ കാണാത്തൊരു സ്പോട്ടായതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്.
മെയിൻ്റനൻസ് വളരെ കുറവായതുകൊണ്ട് തന്നെ ചില രൂപങ്ങളൊന്നും അനങ്ങുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ സെൻസറും കാര്യങ്ങളൊക്കെ കേടായി തുടങ്ങിയായിരുന്നു. ഒരു 3-4 എണ്ണമൊക്കെ അനക്കമുള്ളത് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് ഹൊറർ ഹൗസിൽ പേടിപ്പിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ മൃഗങ്ങളും ഇതൊക്കെയായിട്ട് ഇങ്ങനെ നമ്മളുടെ അടുത്തേക്ക് അപ്രതീക്ഷിതമായിട്ട് വന്നിട്ട് കുറേ സൗണ്ട് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇച്ചിരി പേടിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഹൊറർ ഹൗസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കയറിയപ്പോൾ തന്നെ വൈഫ് പറഞ്ഞു ഇനി ഹൊറർ ഹൗസിൽ പോകണ്ടെന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോവാണ്. ഇന്നത്തെ ദിവസം തന്നെ നമ്മൾ റോസ് ഗാർഡനും കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്തായിരുന്നു. ബൊട്ടാനിക്കൽ ഗാർഡൻ, റോസ് ഗാർഡൻ ഒക്കെ വിസിറ്റ് ചെയ്തായിരുന്നു. പക്ഷേ അത് എല്ലാവരും കാണിക്കുന്ന കാഴ്ചകളായതുകൊണ്ട് തന്നെ ഞാനിതിൽ കാണിക്കുന്നില്ല. റൂമിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ മാർക്കറ്റിൽ കൂടെ പോകാനിടയായത്. അപ്പോൾ പണ്ട് നമ്മൾ വന്നപ്പോഴുള്ള ഊട്ടിയല്ല ഇപ്പോൾ. കുറേ ബ്രാൻഡഡ് ഷോറൂംസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ മാർക്കറ്റ് റോഡിൽ. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നടത്തം തുടങ്ങി. അപ്പോൾ റൂമിൽ കൊണ്ടുപോയി വണ്ടി ഇട്ടു. എന്നിട്ട് നമ്മൾ നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തുകാരൊക്കെ സ്വെറ്ററും മങ്കി ക്യാപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നടക്കുന്നത്. അതിനുള്ള തണുപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ അത്രയും തണുപ്പില്ല. ആകെ കൂടെ 13-14 ഡിഗ്രീസ് ആണ് നമുക്ക് നൈറ്റിൽ തന്നെ വരുന്നുള്ളൂ. അപ്പോൾ അത്ര വലിയൊരു തണുപ്പല്ല. ചിലപ്പോൾ ഞങ്ങൾ തൊട്ട് മുന്നേ കസാക്കിസ്ഥാനിലെ -1-2 പോയതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് അത്രയും തണുപ്പ് തോന്നാത്തത്. ഇവിടത്തുകാർക്ക് തണുപ്പ് തോന്നുന്നുണ്ട്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ജലാറ്റോയുടെ ഒരു ഷോപ്പ് കണ്ടത്. ജലാറ്റോ എന്ന് പറയുന്നത് 90% മിൽക്ക് വെച്ചിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കൊതി തോന്നി, അങ്ങനെ കഴിച്ച്. അങ്ങനെ പോയി ഹോട്ടലിൽ പോയി ഉറങ്ങി എഴുന്നേറ്റ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ ലാ കഫേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഫേയിൽ ഫുഡ് കഴിക്കാൻ പോവാം എന്ന് തീരുമാനിച്ചു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഇത് 10 മണിയാകുമ്പോഴേ തുറക്കുള്ളൂ. എന്നാൽ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ലിറ്റിൽ എർത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. എന്നാൽ അത് കാണാം എന്ന് വിചാരിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി. എല്ലാ ട്രിപ്പ് പോകുമ്പോഴും ഞങ്ങളൊരു മാഗ്നറ്റ് വാങ്ങിച്ച് സൂക്ഷിക്കും. അപ്പോൾ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളുടെ ഒരു സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിക്കാൻ ചെറിയ സാധനങ്ങളൊക്കെ മേടിച്ചു. ബേക്കറി ഐറ്റംസ് ഒക്കെ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ മേടിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് സെൻറ്റ് സ്റ്റീഫൻസ് ചർച്ചിലേക്കാണ്. ഇതൊരു CSI ചർച്ചാണ്. ഇത് ഊട്ടിയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ഒരു ചർച്ചാണ്. ഇത് 1831 ഇതിൻ്റെ പണി കഴിപ്പിച്ചത്. അന്നത്തെ കാലത്ത് ഈ ചർച്ച് പണിയാനായിട്ട് ആകെ 24,000 രൂപയാണ് ആയത്. അതായത് അന്നത്തെ കാലത്തെ കറൻസി വെച്ച് നോക്കുമ്പോൾ ഇത് വലിയൊരു എമൗണ്ട് ആണെങ്കിലും നമ്മൾ ഓർക്കണം ഇപ്പോഴത്തെ ആ ഒരു പൈസയുടെ വിലയും അപ്പോഴത്തെ ഒരു പൈസയുടെ വിലയും. 24,000 രൂപയ്ക്കാണ് ഈ ഒരു ചേർച്ച് ഫുള്ളായിട്ട് പണി കഴിപ്പിച്ചത്. ഈ ചേർച്ചിൻ്റെ തൊട്ട് പിന്നിലായിട്ട് ഒരു സെമിത്തേരിയും കൂടെ ഉണ്ട്. അപ്പോൾ അത് കുറേ ബ്രിട്ടീഷുകാരെ അടക്കിയിരിക്കുന്ന ഒരു വലിയൊരു സെമിത്തേരിയാണ്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം ഞാൻ കയറി നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൈൻ മരം മുറിച്ചതിൻ്റെ മുകളിലാണ്. ഇവിടുത്തെ പൈൻ മരങ്ങളൊക്കെ ഭയങ്കര വൻ കൂറ്റൻ മരങ്ങളാണ്. നമ്മളുടെ അവിടുത്തെ തേനേക്കാളും വെട്ടിക്കും അത്രയും വണ്ണമുള്ള പൈൻ മരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ സെമിത്തേരി. അപ്പോൾ സെമിത്തേരിയിൽ കുറേ തരം സ്കൾപ്ചേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പണ്ടത്തെ കാലത്ത് നമ്മളുടെ നാട്ടിലും അതെ ഇതുപോലെയൊക്കെ കല്ലറുകൾ ചെയ്യുമായിരുന്നു, ഇങ്ങനെ ഡിസൈനൊക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞപ്പോൾ അച്ഛന്മാർ പറഞ്ഞു ഇനി ഇങ്ങനെ ഉള്ള പരിപാടി പറ്റില്ല, എല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കല്ലറകൾ വേണം. ഒരു ഡൈമെൻഷൻ തരും, ആ ഡൈമെൻഷനിലുള്ളത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഭംഗിപ്പണികളും കാര്യങ്ങളൊക്കെ നിർത്തിയത്. ഒരു പൈൻ കാടിനുള്ളിലാണ് ഈ കല്ലറ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു കല്ലറയാണ്.
പല സിനിമകളിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി റൂമിൽ തിരിച്ചു പോവുകയാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടി ലോഡ് ചെയ്തിട്ട് വേണം ഞങ്ങളുടെ നെക്സ്റ്റ് ലൊക്കേഷനിൽ പോകാൻ. ഇപ്പം ഞങ്ങളുള്ളത് കപൂർ ആൻഡ് സൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹിന്ദി സിനിമ, സിദ്ധാർത്ഥ് മൽഹോത്ര, ആലിയ ഭട്ടൊക്കെ അഭിനയിച്ച ഈ ഹിന്ദി സിനിമ ഷൂട്ട് ചെയ്ത ആ വീട്ടിലാണ്. അപ്പോൾ ഇതൊരു ചെറിയൊരു റിസോർട്ടാണ്, റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു റിസോർട്ടാണ്, ഒരു 6 റൂം എന്തോ അവൈലബിൾ ആയിട്ടുള്ളൂ. ഒരു റൂമിന് 6000 ആണ് വൺ നൈറ്റ് വരുന്നത്. ഞങ്ങളുടെ ഭാഗ്യക്കേടിന് ഈ സ്ഥലത്താണെങ്കിൽ ഒരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് ആർമി ഓഫീസേഴ്സിൻ്റെ ഒരു കോസ്റ്റ്യൂം പാർട്ടി ആയിരുന്നു, ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അന്നത്തെ ദിവസം അവിടെ കയറി കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ കുഴപ്പമില്ല, നമുക്ക് പോകുന്ന വഴി നല്ല എവിടെയെങ്കിലും കയറി ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേണൂസ് ഡിണ്ടിക്കൽ ബിരിയാണി ഹൗസിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ബിരിയാണിയൊക്കെ കൊള്ളായിരുന്നു, പക്ഷേ വില കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഇച്ചിരി ഞെട്ടിപ്പോയത്. 240 രൂപയാണ് ഒരു ബിരിയാണിക്ക്. വെയിറ്റർ വന്ന് സൈഡ് ഡിഷായിട്ട് എന്നെ വേണം എന്ന് ചോദിച്ചപ്പോൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞത് ഭാഗ്യമായെന്ന് എനിക്ക് ബില്ല് കിട്ടിയപ്പോൾ തോന്നി. കാരണം ഒരു ബിരിയാണിക്ക് 240 രൂപ നമ്മളുടെ കേരളത്തിൽ എവിടെയും ഞാൻ കണ്ടിട്ടില്ല.